ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റുഡൻറ്റിന് ജയിക്കണമെങ്കിൽ 33% മാർക്ക് വാങ്ങിക്കണം. ഓക്കെ, ആ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ 125 മാർക്ക് വാങ്ങിച്ചപ്പോൾ 40 മാർക്കിന് തോറ്റുപോയി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാർക്കാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് പാസ്സാകാൻ എത്ര മാർക്ക് വേണം? 125 മാർക്ക് വാങ്ങിച്ചപ്പോൾ 40 മാർക്കിന് തോറ്റുപോയി. പാസ്സാകാൻ 165 മാർക്ക് വേണം. അതായത് ടോട്ടൽ 100% മാർക്ക് ആണെങ്കിൽ അതിൽ 33 മാർക്ക് വേണം അല്ലേ? പേഴ്സൻറ്റേജിൽ പറഞ്ഞ 33% ജയിക്കാൻ വേണം. അതിന് കറസ്പോണ്ടിങ് ആണ് 165 മാർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു പേഴ്സൻറ്റേജ് എത്ര വരും? ഒരു പേഴ്സൻറ്റേജ് 165/33, 5 എന്ന് പറഞ്ഞ് വരും. അങ്ങനെയാണെങ്കിൽ 100% മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 500 മാർക്ക്. ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഒന്നുകൂടി പറയാം, 33% ജയിക്കാൻ വേണം. 125 മാർക്ക് വാങ്ങിച്ചപ്പോൾ 40 മാർക്കിന് തോറ്റു. അതായത് ജയിക്കാൻ വേണ്ട മാർക്ക് 165 ആണ്. അങ്ങനെയാണെങ്കിൽ 33% 165. 1% എന്ന് വെച്ച് കഴിഞ്ഞാൽ 5, 100% എന്ന് വെച്ച് കഴിഞ്ഞാൽ 500. ഓക്കെ, ഇതായിരിക്കും ഫൈനൽ ആൻസർ.